എടാ ഇതേപോലെ റിലാക്സ് ചെയ്ത് പോവാം, പവർഫുള്ളാണ്. എന്ത് സ്റ്റേബിളാന്ന് നോക്കണേ. സ്കൂട്ടറിൽ ഒരു ക്രൂയിസ് കൺട്രോൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ വെച്ച് പോവാം. സോളിയ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളതാണ് ഹീറോയുടെ ഏറ്റവും പുതിയതും അതേപോലെ തന്നെ ഏറ്റവും പവർഫുള്ളുമായിട്ടുള്ള അവരുടെ മാക്സി സ്കൂട്ടർ. അതേ ഗൈസ്, ഇന്നെൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതാണ് ഹീറോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൂം 160. കാണാൻ തന്നെ ഒറ്റ നോട്ടത്തിൽ ഒരു വലിയ സ്കൂട്ടർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 160cc സ്കൂട്ടറാണെന്നേ പറയത്തില്ല, ബിക്കോസ് അതേപോലത്തെ ഒരു ഫ്രണ്ട് ഒക്കെയാണ് നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ വരുന്നത്. മോർ ലൈക്ക് ഒരു 500cc സ്കൂട്ടർ എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. നമുക്കെന്തായാലും സ്കൂട്ടറിൻ്റെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. നമുക്കിതിൻ്റെ പെയിൻറ്റ് സ്കീമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലൊരു ഗ്രീൻ കളർ ഷെയ്ഡാണ് നമുക്ക് ഈ ഒരു സൂം 160 വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി, പെയിൻറ്റ് ക്വാളിറ്റി അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് വെയിലടിക്കുന്ന ടൈം അത്യാവശ്യം ചെറിയൊരു ഷൈനി എഫക്റ്റൊക്കെ നമുക്ക് ഈ ഒരു പെയിൻറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കൂടാതെ വേറെ 3 പെയിൻറ്റ് സ്കീമുണ്ട്. ഒരു റെഡ്, വൈറ്റ്, പിന്നെ ഒരു ഗ്രേ കളർ. ഇതും കാണാനൊക്കെ അത്യാവശ്യം നല്ല കിടിലൻ കളർ തന്നെയാണ്, ഒരു ഗ്രീൻ കളർ. പക്ഷേ എനിക്ക് പേഴ്സണൽ ഫേവറായിട്ട് റെഡ് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാമല്ലോ, മാക്സി സ്കൂട്ടറിലൊക്കെ കാണുന്ന പോലെ ഒരു വൈസർ വരുന്നുണ്ട്. ഒരു 90 കിലോമീറ്റർ 90 km/h പോകുന്ന ടൈമും ഈ ഒരു വിൻഡ് പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഒരു വൈസർ തരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഹീറോ തന്നെ ഒരു എക്സ്ട്രാ പവർ പാർട്ട് പോലെ ഒരു വൈസർ തരുന്നുണ്ട്. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്. അത് നമുക്ക് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നല്ലൊരു വിൻഡ് പ്രൊട്ടക്ഷൻ നമുക്ക് ആ ഒരു വൈസറിൽ നിന്ന് കിട്ടുന്നു. ഒരു ക്ലിയർ വൈസറാണെന്ന് തോന്നുന്നു, ഒരു എക്സ്ട്രാ പവർ പാർട്ട് വൈസറായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കാണാമല്ലോ, അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്യുവൽ ചേമ്പർ LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. LED ഹെഡ്ലൈറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കാണിച്ചു തരാം. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹെഡ്ലൈറ്റ്സ് ഓൺ ആവുള്ളൂ. കാണാമല്ലോ, അത്യാവശ്യം നല്ല ഒരു കിടിൽ ലുക്കാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് സെക്ഷൻ. അത് ഈ ഹെഡ്ലൈറ്റ്സ് കാരണമാണ് വൺ ഓഫ് ദി മേജർ റീസൺ. ഒരു രക്ഷയില്ല, അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് ലൈറ്റിംഗ് ഒക്കെ ഈ ഒരു ഹെഡ്ലൈറ്റ്സ് തരുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൽ നോക്കുമ്പോൾ അവിടെയാണ് ഒന്ന് വിഷമിക്കുന്ന രീതിയിൽ വരുന്നത്. ബിക്കോസ് ഇത് ഒരു പവർഫുൾ ആയിട്ട് ഹീറോ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് അല്ല മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു സ്കൂട്ടറാണ്. അവിടെ നമുക്ക് കൊടുത്തേക്കുന്നത് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് കേട്ടോ. അതൊരു മോശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുമാത്രമല്ല, ഈ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെ മഴയത്തിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറിയൊരു ഫോഗിങ് എഫക്റ്റ് കാണുന്നുണ്ട് ഈ ഒരു ഇൻഡിക്കേറ്ററിൽ. ബാക്കി 3 ഇൻഡിക്കേറ്റേഴ്സിന് കുഴപ്പമൊന്നുമില്ല. ഹാലജന് പകരം ഒരു LED കൊടുക്കാമായിരുന്നു, കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടാൻ. പക്ഷേ അതൊക്കെ റിയർ സൈഡിൽ നോക്കുമ്പോൾ മൊത്തത്തിൽ മാറുന്നുള്ളൂ. കാരണം നമുക്ക് റിയർ സൈഡ് ജസ്റ്റ് ഓൺ ചെയ്തോട്ടെ. ഓണാകൂ. യെസ്, റിയർ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെയും LED ടെയിൽ ലൈറ്റ്സ് ആണ് വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഇതിൻ്റെ റിയർ സെക്ഷനിലും കിട്ടുന്നുണ്ട്. LED ടെയിൽ ലൈറ്റ്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമുക്ക് പില്ലിയൻ സപ്പോർട്ടായിട്ട് ഒരു ഗ്രാബ് റെയിലൊക്കെ നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഗ്രാബ് റെയിലും കിട്ടുന്നുണ്ട്. കൊള്ളാം കേട്ടോ. ഇതിൻ്റെ റിയർ സൈഡും ഫ്രണ്ട് സൈഡും എല്ലാ സൈഡിൽ നിന്നുള്ള ലുക്കും അപാര ലുക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ഒട്ടും സമയം കളയാതെ സ്കൂട്ടറിലോട്ട് കയറാം. പിന്നെ ഒരു മാക്സി സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കവറപ്പാണ്. അതുകൊണ്ട് കയറാൻ നേരത്ത് കാലൊക്കെ ഒന്ന് ജസ്റ്റ് പൊക്കി വെച്ച് വേണം കയറാനായിട്ടോ. മോസ്റ്റ് ഓഫ് ദ ടൈം എൻ്റെ കാലിതാ ഇവിടെ ഇടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചെറിയ ചെളിയൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് സീറ്റ് ഹൈറ്റ് നോക്കാം. ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 787 mm ആണ്. 9.5 foot ആണ്. ഇനി കംപ്ലീറ്റ്ലി പ്ലാന്റ് ഫുഡ് ഇടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, കിടിലായിട്ട് പ്ലാന്റ് ഫുഡ് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ അഥവാ സീറ്റ് ഹൈറ്റ് കുറഞ്ഞ ഒരാളായാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്ലാന്റ് ഫുഡ് കിട്ടുന്നുണ്ട്. കാരണം എനിക്കിവിടെ ചെറിയൊരു ബെൻഡൊക്കെ വരുന്നുണ്ട് മുട്ടിൽ കേട്ടോ. അടുത്തായിട്ട് ഇതിൻ്റെ വെയിറ്റിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്കൂട്ടറിന് കുറച്ചത് വെയിറ്റുള്ള സ്കൂട്ടറാണ് കേട്ടോ. ഒരു 142 കിലോഗ്രാമാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ വെയിറ്റ്. അത് ബോദറിങ് ആവുമെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോവാം. പാർക്കിംഗ് ലോട്ട് ചെയ്യുന്നതായാലും കാണാമല്ലോ, ഈസി ആയിട്ട് മാനേജ് ചെയ്യുന്ന കുഴപ്പമില്ല. 142 കിലോ വലിയൊരു വെയിറ്റ് ആയി എനിക്ക് തോന്നില്ല. പക്ഷേ അത് സ്കൂട്ടറിലോട്ട് വരുമ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ഉള്ള സ്കൂട്ടറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് എൻ്റെ ഹാൻഡിൽ ബാർ സ്വിച്ചസ്. അതിന് മുന്നേ ഇതിൻ്റെ ഹാൻഡിൽ ബാർ സ്വിച്ചസിൻ്റെ ഒരു ക്വാളിറ്റിയെ പറ്റി പറയാം. ഇത് നമ്മുടെ ഹീറോയിൽ മുന്നേ കണ്ടിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. അതേപോലത്തെ ഒരു കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റി കൊണ്ടുവരായിരുന്നു. ഈവൻ ദോ ഇത്രയെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ സ്വിച്ച് കേസിൻ്റെ മാത്രം ഒരു പ്രൈസ് കട്ടിങ് ഒന്നും കൊണ്ടുവരണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് സ്വിച്ചസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ഫങ്ഷൻസ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് സിംഗിൾ സ്വിച്ചാണ്. അല്ല, ഇത് നമുക്ക് പാസ് ബട്ടണാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ലൈറ്റ് ഫങ്ഷൻസ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, താഴെ ഹോൺ. പിന്നെ റൈറ്റ് സൈഡിൽ ഇത് I3S ആണ്, കിൽ സ്വിച്ച് അല്ല കേട്ടോ. I3S ഫംഗ്ഷനാണ്. I3S ഫംഗ്ഷൻ അറിഞ്ഞൂടാത്തവർക്ക് ഞാൻ പറയാം. ലൈക്ക് നമ്മളിപ്പോൾ സ്കൂട്ടറൊക്കെ ട്രാഫിക് കൊണ്ട് ഇങ്ങനെ നിർത്തുവാണ്, ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 7 സെക്കൻഡൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കൂട്ടർ തന്നെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആവുന്നുണ്ട്. പിന്നെ ത്രോട്ടിൽ കൊടുത്താൽ മതി, സ്കൂട്ടർ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോകാനും പറ്റും കേട്ടോ. പിന്നെ താഴെ നമുക്ക് ഇഗ്നിഷൻ സ്വിച്ച് കാണുന്നുണ്ട്. അവിടെ നിന്ന് വൺ ഓഫ് ദി മെയിൻ അത് അട്രാക്റ്റീവ് തിങ് ആണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. കംപ്ലീറ്റ്ലി നമുക്കൊരു കീലെസ് എൻട്രിയാണ് നമ്മുടെ ഈ ഒരു സൂം 160 വരുന്നത്. ഇതിൻ്റെ കീ കൂടെ ഒന്ന് കാണിച്ചു തരാം.
ബിക്കോസ് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തരുന്നൊരു കീ ആണ് കേട്ടോ ഈ ഒരു ഹീറോയുടെ സൂം 160 വരുന്നത്. ഇത് നമുക്ക് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ലൈക്ക് വെഹിക്കിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. കാണാമല്ലോ, ഇൻഡിക്കേറ്റേഴ്സും പിന്നെ ചെറിയൊരു ബീപ്പ് സൗണ്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് നൈറ്റ് ടൈം വണ്ടി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് നമ്മുടെ ലൈറ്റൊക്കെ ഒന്ന് പുറത്ത് വരുന്നതാണ്. ലൈക്ക് ലൈറ്റ് ഇലൂമിനേറ്റ് ആണ് ഹെഡ്ലൈറ്റ്സ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണാമല്ലോ, ഇപ്പോൾ ലൈറ്റ് കത്തിക്കുവാണ്. നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാമല്ലോ ലൈറ്റ് കത്തുന്നത്. ഇങ്ങനെ നമുക്ക് നൈറ്റ് ടൈം വെഹിക്കിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സ്വിച്ച് നമുക്ക് സീറ്റ് ബൂട്ട് ഓപ്പൺ ചെയ്യാനാണ്. ബൂട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും ബൂട്ട് പിന്നീട് ഞാൻ ഓപ്പൺ ചെയ്ത് തരാം കേട്ടോ, കാണിച്ചു തരാം. അതിൻ്റെ സ്പേസൊക്കെ പിന്നെ കാണിച്ചു തരാം. എനിക്ക് അത്യാവശ്യം നല്ലൊരു കീ ക്വാളിറ്റി അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് മാനുവലി അല്ലാതെ ഒരു കീ എടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് വലിക്കുമ്പോൾ ഈ ഒരു കീ കിട്ടുന്നുണ്ട്. ഓക്കെ, അതൊക്കെ തന്നെയാണ് കീയുടെ ഫംഗ്ഷൻ. നല്ലൊരു ക്വാളിറ്റി നമുക്കൊരു ഈ കീയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു ചെറിയൊരു പോക്കറ്റ് സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മാക്സിമം അത് കീ വെക്കാനായിരിക്കും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. കൊള്ളാം, ഇരുന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് കൺഫേമിന് വേണ്ടി അടിച്ച് താതത്. പിന്നെ നമുക്ക് കീ എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സ്കൂട്ടർ ഓൺ ചെയ്യണം എങ്ങനെ കാണിച്ചു തരാം. ആദ്യം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെഹിക്കിൾ ഓണായിട്ട് സ്കൂട്ടർ ഓൺ ആയിട്ടുണ്ട്. അതേ ടൈം റൈറ്റ് സൈഡിലോട്ടാണ് ആക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂൽ ക്യാപ്പ് വരുന്നുണ്ട്. അതെ, ഫ്യൂൽ ക്യാപ്പ് ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി പറയുമ്പോൾ ഒരു 7 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു ഹീറോ സൂം 160 വരുന്നത് കേട്ടോ. പിന്നെ സീറ്റ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് അല്ലാതെ ഇവിടെയും പ്രസ് ചെയ്യാം. കീ എപ്പോഴും ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ലൈക്ക് മീറ്റർ കൺസോളിലോട്ട് നോക്കാം. മീറ്റർ കൺസോളാണ് വേറെ ഒരു ഡിപ്രസിങ് തിങ്. എന്തായാലും നിങ്ങൾക്ക് ഒരു LCD മാറ്റിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള TFT കൊടുക്കാമായിരുന്നു. ഹീറോ നിങ്ങളുടെ തന്നെ ലൈക്ക് എക്സ്ട്രീം 250R കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്പൾസ് 210 അതിലൊരു മീറ്റർ കൺസോൾ നിങ്ങൾക്ക് ഇതിലും ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് മീറ്റർ കൺസോൾ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, തൊട്ട് താഴെ ടൈമുണ്ട്, ഒരു വലിയ സ്പീഡോമീറ്റർ, തൊട്ട് താഴെ ഓഡോമീറ്റർ ഉണ്ട്, പിന്നെ ട്രിപ്പ് ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്, ആവറേജ് സ്പീഡുണ്ട്, അതിനടുത്ത ടൈമുണ്ട്. ഓക്കെ, ഡേറ്റ് ആൻഡ് ടൈമുണ്ട്. ഇന്ന് ജാനുവരി 7 ഇതിൽ കിടക്കുന്നത്. അതൊക്കെ റീസെറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു ബട്ടൺസൊക്കെ പ്രസ് ചെയ്ത് ട്രിപ്പിൻ്റെ അതൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ തന്നെയാണ് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. താഴെ നമുക്ക് വാർണിംഗ് സിംബൽസും കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തായാലും ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചിങ്ങനെ പ്രസ് ചെയ്താൽ മതി. വണ്ടി തന്നെ കംപ്ലീറ്റ്ലി ഓഫ് ആയിക്കോളും. വിത്തിൻ ഒരു 10 സെക്കൻഡ്സിൻ്റെ അകത്ത് അത് ലോക്ക് ആയിക്കോളും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഹീറോ സൂം 160 ഒരു പവർഫുൾ സ്കൂട്ടറാക്കി ഇതിൻ്റെ ഒരു എൻജിനെ പറ്റി പറയാം. നമുക്ക് ഈ ഒരു സൂം 160 കൊടുത്തേക്കുന്നത് ഒരു 156cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എൻജിനാണ് കേട്ടോ. ഈ ഒരു ബ്യൂട്ടിഫുൾ മാക്സി സ്കൂട്ടറിൽ കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള എൻജിൻ തന്നെയാണ് ഈ ഒരു ഹീറോ സൂം 160 വരുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുമ്പോൾ ഒരു 14.6 PS പവറും ഒരു 14 Nm ഓഫ് ടോർക്കുമാണ് കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ 156cc എൻജിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. എനിക്ക് എൻജിൻ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള സ്കൂട്ടേഴ്സൊക്കെ ഓടിച്ചിട്ട് ഈ ഒരു മാക്സി സ്കൂട്ടർ ഓടിക്കുന്ന ടൈം കുറച്ചുകൂടി ഒന്ന് പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ എൻടോർക്ക് 150 അത്ര പവർഫുൾ അല്ല, ബിക്കോസ് അത് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ 0 to 60 പെട്ടെന്ന് അടിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ഡെയിലി റൈഡിങ് സിറ്റുവേഷൻസിൽ നമ്മളെ നോട്ടീസ് ചെയ്യാൻ പോകുന്നില്ല. സോ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എൻജിൻ തന്നെയാണ് ഈ ഒരു സൂം 160 വരുന്നത്. എനിക്ക് എൻജിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എക്സോസ്റ്റ് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പുതിയൊരു എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതിലേക്ക് ഒരു ഷീൽഡ് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഡെമോ വെഹിക്കിളായതുകൊണ്ട് ഇപ്പോൾ കറൻറ്റ്ലി അതൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല, സൈഡ് സ്റ്റാൻഡ് അറ്റാച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സെൻറ്റർ സ്റ്റാൻഡ് തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒരു O2 സെൻസർ കാണാൻ സാധിക്കുന്നുണ്ട്. കൂളിംഗ് സിസ്റ്റം കൊള്ളാം കേട്ടോ. നമ്മുടെ ലിക്വിഡ് കൂളിംഗ്, ഹീറോയുടെ ഫസ്റ്റ് എവർ ലിക്വിഡ് കൂളിംഗ് ആണ് സ്കൂട്ടർ, കൊള്ളാം. പിന്നെ ഇതിൻ്റെ ബ്രേക്സിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ബൈറ്റൊക്കെ തരുന്ന രീതിയിലുള്ള ഒരു ഡിസ്ക് റോട്ടേഴ്സാണ് വരുന്നത്. ഒരു 240 mm ഡിസ്ക് റോട്ടേഴ്സാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കിട്ടുന്നത്. അത് ABS കാണാമല്ലോ, ABS ഒക്കെ ഉണ്ട്. ABSൻ്റെ വർക്കിംഗ് നല്ല പക്ക പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഏർലി കിക്കിനൊന്നും തരില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ബ്രേക്കിംഗ് ബൈറ്റ് ആൻഡ് ഫീൽ നമുക്ക് ഒരു ഫ്രണ്ട് ബ്രേക്സ് കിട്ടുന്നുണ്ട്. ബൈബ്രയുടെ കാലിപ്പേഴ്സാണ് കേട്ടോ നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ റിയർ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ്. അവിടെ ഡിസ്ക് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ഈ ഒരു സ്കൂട്ടർ കിട്ടുന്നുണ്ട്. എനിക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. പിന്നെ കാണാമല്ലോ ഒരു 14 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. വൺ ഓഫ് ദി
ഒരു ബിഗ് ബൈക്ക് അല്ല ഒരു ബിഗ് സ്കൂട്ടർ ഫീൽ തരുന്ന വൺ ഓഫ് ദി റീസൺ എൻ്റെ അലോയ്സ് കൂടെയാണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും 14 ഇഞ്ച് അലോയ്സ് ആണ് കേട്ടോ വരുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അലോയ്സ് ആണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ വരുന്നത്, ബാക്കിലും ഫ്രണ്ടിലും വരുന്നത്. പിന്നെ സസ്പെൻഷനിലോട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു ഡ്യുവൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. കുറച്ചൊന്ന് സോഫ്റ്റർ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ഈ ഒരു സസ്പെൻഷൻ നമുക്ക് തരുന്നുണ്ട്. റിയർ സൈഡ് ഒരു ഡ്യുവൽ ഷോക്ക് അബ്സേഴ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു കംഫർട്ട്. ഞാൻ ഇന്ന് പില്ലിയനായിട്ട് പോയായിരുന്നു, കംപ്ലീറ്റ് റൈഡറായിട്ട് മാത്രമായിട്ടും പോയായിരുന്നു. ആ 2 ടൈം അത്യാവശ്യം നല്ല കംഫർട്ട് ഈ ഒരു സസ്പെൻഷൻ സിസ്റ്റം നമുക്ക് തരുന്നുണ്ട്. അപ്പോഴാണ് ഓർത്തത് അതിൻ്റെ സീറ്റ്സും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ് കേട്ടോ. നല്ല സോഫ്റ്ററാണ്, അതേപോലെ തന്നെ വൈഡറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പില്ലിയൻ കംഫർട്ടും റൈഡർ കംഫർട്ടും നല്ലതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു സീറ്റ്സിൽ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറയാനായിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ലൈക്ക് ഓക്കെ, ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാം. ഒരു 155 മില്ലിമീറ്ററാണ്. നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ കിട്ടുന്നുണ്ട്. പിന്നെ ലൈക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പെട്ടെന്ന് പറയൂ. ബൂട്ട് സ്പേസ് കാണിച്ചില്ല. എനിക്കറിയാം എന്തെങ്കിലും ഞാൻ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ എന്താ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. കേട്ടല്ലോ, സ്കൂട്ടർ ഇപ്പോൾ ബൂട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു 22 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ കിട്ടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു നൈറ്റ് ടൈമൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹാഫ് ഫേസ് ഹെൽമെറ്റ് വയ്ക്കാം. ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി ഷുവർ അല്ല. സീറ്റും അത്യാവശ്യം നല്ല കുഷൻഡാണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ബൂട്ട് സ്പേസ് ഓക്കെയാണ്, അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റിയൊക്കെ ഒരു മാക്സി സ്കൂട്ടർ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ആൻഡ് സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? വിട്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ്. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 7 ഔട്ട് ഓഫ് 10 ഈ ഒരു സ്കൂട്ടറിൻ്റെ ഓവറോൾ റേറ്റിങ്ങിന് കൊടുക്കാം. ലൈക്ക് ഇൻഡിക്കേറ്റേഴ്സൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത്, മീറ്റർ കൺസോളൊക്കെ ചേഞ്ച് ചെയ്ത്, പിന്നെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഹാൻഡിൽ ബാർ സ്വിച്ചസൊക്കെ പുതിയൊരു സ്വിച്ചസൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊരു 10 on 10 കൊടുക്കാമായിരുന്നു. ബിക്കോസ് അതേപോലെ ആയിട്ട് നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ കാണാമല്ലോ, നമുക്കൊരു പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്രേക്കിംഗ് സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ ബ്രേക്ക് പിടിച്ചിട്ട് ഇത് കണ്ടല്ലോ, ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ പിന്നെ നമുക്ക് റിയർ ടയർ ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കയറ്റത്തിലോ എവിടേക്ക് കൊണ്ട് പാർക്ക് ചെയ്യുന്ന ടൈം ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ജസ്റ്റ് ബ്രേക്ക് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ തന്നെയാണ്. ലിവേഴ്സിൻ്റെ ഇവിടെയും ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവറിങ് എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹീറോ സൂം 160 ഒരു വാക്ക് അറൗണ്ട്. നമുക്കിനി നേരെ റോഡിലോട്ട് ഇറക്കാം. പിന്നെ ഇതാണ് പില്ലിയൻ ഫുഡ് റെസ്റ്റ് വരുന്നത്. കൊള്ളാം. ഓക്കെ, സോ നമുക്കതിന് മുന്നേ എൻ്റെ എക്സോസ് നോട്ട് ഇവിടെ നിന്ന് കേൾപ്പിച്ചുതരാം കേട്ടോ. എക്സോസ് നോട്ട് കൊള്ളാം കേട്ടോ. എക്സോസ് നോട്ടിൻ്റെ കാര്യത്തിലും കൊള്ളാം. സോ നമുക്കിനി റോഡിലൂടെ ഇറങ്ങാം, എന്നിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ അവസാനം നമ്മൾ മെയിൻ റോഡ്സിലോട്ട് എത്തിയിട്ടുണ്ട്. ഹൈവേസിലോട്ട് കയറാം. സോ അതിന് മുന്നേ നമുക്ക് എർഗണോമിക്സിനെ പറ്റി പറയാം. എർഗണോമിക്സ് കാണാമല്ലോ, അത്യാവശ്യം നല്ല വൈഡറായിട്ടുള്ള ഹാൻഡിൽ ബാസാണ്. റിലാക്സ് ചെയ്ത് പോകാം. പിന്നെ നമുക്ക് കാല് വയ്ക്കാനായിട്ടാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് വെച്ച് അത്യാവശ്യം ബാക്കിലോട്ട് സീറ്റിലോട്ട് കയറി ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനും സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് സ്പോട്ടി ആയിട്ട് വേണമെങ്കിൽ പോകാൻ സാധിക്കും കേട്ടോ. ഈ ഒരു സ്കൂട്ടറിൽ നമുക്ക് എന്തായാലും ഒരു ഓപ്പൺ റോഡുണ്ട്, അത് നമുക്കൊന്ന് ഉപയോഗിക്കാം. ബാക്ക് സൈഡ് ക്ലിയറാണ്. കാണാമല്ലോ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണെന്ന്. ഒരു ഹീറോ സൂം 160യുടെ ഇപ്പോൾ ചെറിയ ഒരു കയറ്റം വരുന്നുണ്ട്. ഇപ്പോഴൊക്കെ അത്യാവശ്യം നല്ല വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന്. 100 കഴിയുന്ന ടൈം പിന്നെ അങ്ങോട്ട് സാച്ചുറേറ്റഡ് ആണ്. ലൈക്ക് ക്ലൈംബിങ് സ്പീഡ് പോലെയാണ് നമ്മുടെ ഈ ഒരു ഹീറോ സൂം 160 കയറുന്നത്. നല്ല വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട് കേട്ടോ. ടയേഴ്സിൻ്റെ പെർഫോമൻസും ഒരു കോൺഫിഡൻസും കിട്ടുന്നില്ല. ടയേഴ്സ് ചെറുതായിട്ടൊന്ന് വോബ്ലിംഗ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഡ്യുവൽ പർപ്പസ് ടയേഴ്സ് ആണല്ലോ വരുന്നത്, അതുകൊണ്ടാവണം. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. മിറേഴ്സ് പറയുമ്പോൾ മിറേഴ്സിൻ്റെ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയൊക്കെ നമുക്ക് ഈ മിറേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഡീസൻറ്റ് മിറേഴ്സാണ് വരുന്നത്. ഇതുവരെ കാണാത്ത വേറെ സ്കൂട്ടേഴ്സിലൊന്നും, ഹീറോയുടെ തന്നെ വേറെ സ്കൂട്ടേഴ്സിലും കാണാത്ത പോലത്തെ ഒരു മിറേഴ്സ് ആണെന്ന് തോന്നുന്നു. വേറെ ഹീറോ സ്കൂട്ടേഴ്സിൽ ഞാൻ ഇങ്ങനത്തെ ഒരു മിറേഴ്സ് കണ്ടിട്ടില്ല കേട്ടോ.
നമുക്ക് എന്തായാലും i3s ഫംഗ്ഷൻ്റെ കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ട്രാഫിക് ആണെന്ന് വിചാരിച്ചോളൂ. ഇതേപോലെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ i3sൻ്റെ ഒരു ലൈറ്റ് നമ്മുടെ മീറ്റർ കൺസോളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്കൂട്ടർ ഓണാണ്. നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻ ചെറുതായിട്ട് മിറേഴ്സിൽ കാണാമല്ലോ. ഓക്കെ, സ്കൂട്ടർ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ കിൽ സ്വിച്ച് അടിക്കേണ്ട, പകരം ബ്രേക്ക് പിടിക്കുക, ത്രോട്ടിൽ കൊടുക്കുക. സ്കൂട്ടർ ഓൺ ആയിട്ടുണ്ട്, പക്ഷേ ഓഫായി. വീണ്ടും ഓഫായി. ഓക്കെ, ഓൺ ആയിട്ടുണ്ട് കേട്ടോ. മേ ബി ഇതിൽ ഫ്യൂവൽ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു, സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെയാണ് പോകേണ്ടത്. മേ ബി ഫ്യൂവൽ കുറവായതുകൊണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എടുക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് വീണ്ടും ഇട്ട് മെയിൻ റോഡിലൂടെ കയറുന്നു. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പില്ലിയൻ ഉള്ളപ്പോഴായപ്പോലും ലൈക്ക് ഓവർടേക്ക് ചെയ്യാനൊന്നും ഒന്നും പേടിക്കേണ്ട. ലൈക്ക് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ആ പവർ നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു ഒരു ഡിലേ ഉണ്ടെങ്കിലും പെട്ടെന്ന് ആ പവർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പവറിൻ്റെ കാര്യത്തിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഹീറോ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്. നല്ല ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് നമുക്ക് ഈ ഫ്രണ്ട് ബ്രേക്സിൽ നിന്ന് മാത്രം തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, കാണാമല്ലോ. ABS ഒക്കെ നല്ല പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് പിടിച്ചാലും ABS ഉള്ളതുകൊണ്ട് ടയർ ലോക്കിംഗ് ഒന്നും വരത്തില്ല കേട്ടോ. പിന്നെ ഹാൻഡ്ലിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ നന്നായിട്ട് ഇതുവരെ ഓടിച്ച ടൈമെല്ലാം എനിക്ക് നല്ല ഹാൻഡ്ലിംഗ് ഉണ്ടായിരുന്നു. ഈവൻ ദോ സ്കൂട്ടറിൽ ഒരു 142 കിലോ, അതായത് നമ്മുടെ സ്കൂട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ബൾക്കിയർ ആൻഡ് വെയിറ്റ് ഉള്ള സ്കൂട്ടറായിട്ടാണ് വരുന്നതെങ്കിലും ഹാൻഡ്ലിംഗ് കാര്യത്തിൽ അത് നമ്മളെ ബാധിക്കുന്നതേ അല്ല. നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലേക്ക്. പിന്നെ വൈബ്രേഷൻ ഈ ഒരു സ്പീഡിലേക്ക്, അതായത് 60ലേക്ക് പോകുന്നതാണെങ്കിൽ വൈബ്രേഷൻ ചെറുതായിട്ട് പൊടിക്ക് നമ്മുടെ ലിവേഴ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഫുട് ബോർഡിൽ നമ്മുടെ കാൽ വയ്ക്കുന്ന ഈ ഒരു ഫുട് ബോർഡിൽ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് വൈബ്രേഷൻസ് കൂടണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ കൊടുത്താൽ അതിലേക്ക് ത്രോട്ടിൽ വീണ്ടും കൊടുക്കുന്ന ടൈം വൈബ്രേഷൻസ് ലിവേഴ്സിൽ വീണ്ടും കുറച്ചുകൂടി കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെറിയൊരു ഇറഗുലാരിറ്റീസ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. ബിക്കോസ് അതേപോലെ അത്യാവശ്യം നന്നായിട്ട് സസ്പെൻഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് തന്നെ വർക്ക് ചെയ്ത് ആ ഒരു ഇറഗുലാരിറ്റീസൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. സസ്പെൻഷൻ്റെ കാര്യം, സസ്പെൻഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സസ്പെൻഷനും ബ്രേക്കിങ്ങും എനിക്ക് ഈ ഒരു സ്കൂട്ടറിൽ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇതിൻ്റെ പവറും. ഇതേപോലത്തെ ഹൈവേസിലേക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു 80-90സിലൊക്കെയാണ് ക്രൂസ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ കാണാമല്ലോ. അത്യാവശ്യം ഈ ഒരു സ്പീഡ്സിൽ വൈബ്രേഷൻസ് ഒന്നുമില്ല, നല്ല ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാം. കുറച്ചുകൂടി ഒരു വലിയ വൈസർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഹത്തൊന്ന് എയറൊന്നും അടിക്കാതെ ഒരു സ്റ്റാമിന നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് വീണ്ടും അവിടെ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, കാണാമല്ലോ ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കും. കുഴപ്പമില്ല, അതൊരു ക്വാളിറ്റി ഡ്രോപ്പാണെന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നന്നായിട്ട് വൈബ്രേഷൻസ് അബ്സോർബ് ചെയ്ത ഒരു ലൈക്ക് എന്തുവാ ഒരു മൂവ്മെൻറ്റ് ഇട്ടുകൊണ്ടേ നിൽക്കുന്നുണ്ട്. പിന്നെ മിറേഴ്സൊക്കെ മിറേഴ്സ് എന്ന് ഇതിൻ്റെ മീറ്റർ കൺസോൾ ഈ ഒരു വെയിലത്തും LCD ആയതുകൊണ്ട് നന്നായിട്ടൊരു ബ്രൈറ്റ്നസ് ഉണ്ട്, നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. മീറ്ററിൻ്റെ കാര്യത്തിലും ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ TFT കിട്ടാത്തതുകൊണ്ട് ഒരു സാഡാണ്. പക്ഷെ നമുക്ക് LCD വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഓടിക്കുന്ന ടൈം ഓൾ ദ ടൈം മീറ്റർ കൺസോൾ നോക്കുന്നില്ലല്ലോ. ലൈക്ക് ഫ്യൂവൽ ലെവൽ നോക്കാനും ട്രിപ്പൊക്കെ നോക്കാൻ മാത്രമായിരിക്കും മീറ്റർ കൺസോൾ നോക്കുന്നത്. സോ അത് വലിയൊരു ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. കുഴപ്പമില്ല. ഈ ഒരു ഇറഗുലാരിറ്റീസൊക്കെ സസ്പെൻഷൻ അത്യാവശ്യം നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാൻഡിൽ ബാസ് നമുക്കിപ്പോൾ ഹീറോയിൽ തന്നെ വേറെ ബൈക്സിലൊക്കെ കണ്ടതുപോലുള്ള ഒരു ഹാൻഡിൽ ബാസ് ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. സ്റ്റെബിലിറ്റി ഓക്കെ, അന്യായ സ്റ്റെബിലിറ്റി ആണല്ലോ ഇതിന്, ഒരു രക്ഷയില്ല. ലൈക്ക് നമ്മളെങ്ങനെയാണ് സ്കൂട്ടർ നിർത്തുന്നത് അതേപോലെ നിൽക്കുന്നു, ഒരു രക്ഷയില്ലാത്ത സ്റ്റെബിലിറ്റിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതാ, ഒരു രക്ഷയില്ല. കിടിലൻ സ്റ്റെബിലിറ്റി ആണല്ലോ, കിടിലൻ സ്റ്റെബിലിറ്റി കേട്ടോ. ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ട്. സ്റ്റെബിലിറ്റിയും പൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഈ ഒരു സൂം 160-ൽ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ട്രാഫിക്കിലല്ലേ പോകുന്നത്, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടെ ഒന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈ ഒരു ഹീറോയുടെ സൂം 160 സ്വന്തമാക്കണമെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് 1,90,000 രൂപയാണ്. ഞാൻ ഓൺ റോഡ് പ്രൈസാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു സ്കൂട്ടറിൻ്റെ തന്നെ EMI ഓപ്ഷൻസ് അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ ഈഞ്ചക്കലുണ്ടല്ലോ, ഈ പ്രീമിയം ഷോറൂമിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ഹീറോ സൂം കിട്ടുന്നത്. സോ നമ്മുടെ ഈഞ്ചക്കൽ ഷോറൂമിൽ കോൺടാക്ട് നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് EMI ഓപ്ഷനോ ഇതിൻ്റെ വേറെ എന്തെങ്കിലും ആക്സസറീസിൻ്റെ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നെക്കാട്ടി കുറച്ചുകൂടി നന്നായിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പ്രൈസിങ്ങിൻ്റെയും EMIയുടെയും ഡീറ്റെയിൽസൊക്കെ അവർക്കാണ് കൂടുതൽ അറിയാവുന്നത്. സോ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവും. സോ ലെറ്റ്സ് കണ്ടിന്യൂ ടു റിവ്യൂ. ബ്രേക്കിംഗ് ഒരു രക്ഷയില്ല കേട്ടോ, ഫ്രണ്ട് ബ്രേക്സ് മാത്രം മതിയാവും.
പിന്നെ റിയർ ബ്രേക്സ് നമ്മുടെ ഒരു സ്റ്റെബിലിറ്റി പിടിച്ച് നിർത്താൻ, സ്റ്റെബിലിറ്റി മീൻസ് ആ ഒരു ലൈൻ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് റിയർ ബ്രേക്സ് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഓപ്പൺ റോഡ് ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് പുഷ് ചെയ്ത് നോക്കാം. എടാ ഇതേപോലെ റിലാക്സ് ചെയ്ത് പോവാം, പവർഫുള്ളാണ്. സോ ഇങ്ങനെ റിലാക്സ് ചെയ്ത് പോവാം. നല്ല വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു 90 കഴിയുന്ന ടൈം. അതേപോലെ തന്നെ ടയേഴ്സ് ഇപ്പോൾ ഡ്യുവൽ പർപ്പസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റെബിലിറ്റിയും കിട്ടുന്നില്ല. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, നിങ്ങൾ പില്ലിയനും വെച്ചുകൊണ്ട് ലൈക്ക് ഒരു 80-90 ക്രൂസ് ചെയ്താൽ അത് നിങ്ങൾക്ക് ടൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പിക്കാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ, ഒരു മാക്സി സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ. നല്ല ബ്രേക്കിംഗ് ഉണ്ട്, നല്ല കിടിലൻ സസ്പെൻഷൻസ് വരുന്നുണ്ട്, ഹാൻഡ്ലിംഗ് ഓക്കെയാണ്. മൈലേജ് ഞാൻ പറഞ്ഞില്ലല്ലേ, ഈ ഒരു 7 ലിറ്റർ കപ്പാസിറ്റി നമുക്ക് ഓൾറെഡി ഫ്യൂൽ ടാങ്കിലുണ്ട്. സോ ഇതിൻ്റെ മൈലേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 35 to 45 ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. 45 ഒക്കെ അങ്ങേയറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മൈലേജാണ്. 35 ലീസ്റ്റ് സിറ്റീസിലായിരിക്കും, നമ്മുടെ ഡെഡ് ട്രാഫിക്കിലും പിന്നെ സഡൻ ആയിട്ടുള്ള ആക്സലറേഷൻസിലൂടെ കാരണം മൈലേജ് ഡ്രോപ്പായി ഒരു 35 പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഹൈവേസിൽ ഇതേപോലെയൊക്കെ ഒരു 70 ഒക്കെ പിടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആവറേജ് ഒരു 30-35 ഒക്കെ കിട്ടേണ്ട, ഐ മീൻ ഒരു 40 ഒക്കെ കിട്ടേണ്ടതാണ്. സോ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഒരു ഹീറോ സൂം 160യുടെ വീഡിയോ എന്നൊക്കെ പറയാനായിട്ട്. ഞാൻ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ. എന്ത് സ്റ്റേബിളാന്ന് നോക്കണേ. സ്കൂട്ടറിൽ ഒരു ക്രൂയിസ് കൺട്രോൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ വെച്ച് പോവാം. ബിക്കോസ് അതേപോലത്തെ സ്റ്റെബിലിറ്റി നമുക്ക് ഈ ഒരു സ്കൂട്ടറിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.